കുറിച്ച് പറയുന്നത് ദിക്റാണ്. പടച്ചവനെ അല്ലാഹുവേ 748ാമത്തെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയവരെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് അല്ലാഹുവേ നല്ല കാര്യമാണ്. നാളെ സുബഹി വരെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അവസാന സുബഹിയുടെ നമസ്കാരം കഴിയുമ്പോ ഈ മഹാനിന്റെ പൊരുത്തത്തില് അവിടെ നിന്ന് തരുന്ന ചീരനി വാങ്ങിച്ചിട്ട് പോകാൻ കാത്തിരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാറുള്ളൂ. അല്ലാഹ് ഈ മഹാനിന്റെ പൊരുത്തം നിങ്ങൾക്ക് വേണോ? ഈ മഹാനിന്റെ ഗുരുത്വം വേണോ? ഈ മഹാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാ. ഉറൂസിന് 10,000 പങ്കെടുത്തിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവര്, ആ മഹാനിന്റെ മനസ്സ് നിങ്ങളാരും വേദനിപ്പിക്കരുത്. എങ്കിലും പലരും വേദനിപ്പിക്കാറുണ്ട്. എങ്ങനെയെന്നറിയുമോ? നാളെ രാവിലെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിക്കുകയാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി വാങ്ങി വിളിക്കുമ്പോ ഇവിടത്തെ ചീരണി വാങ്ങാൻ ഒരുമിച്ച് കൂടിയ മനുഷ്യ ഒരാൾ പോലും നാളത്തെ സുബഹി ഖളാക്കല്ലേ. സംഘാടകരോട്, ഭക്ഷണം വെക്കുന്നവരോട്, ഭക്ഷണം വിളമ്പുന്നവരോട്, ഭക്ഷണം കൊടുക്കുന്നവരോട്, ഭക്ഷണം വാങ്ങാവുന്നവരോട് അല്ലാഹുവിനെ ഓർത്തിട്ട് ഒരാളും സുബഹി നമസ്കാരം മുടക്കരുത്. നിങ്ങൾ ആരെങ്കിലും മുടക്കിയാ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കൂല. ഈ മഹാന്റെ ശാപമേ നിനക്ക് കിട്ടൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം മുടക്കിയാൽ അവൻ കാഫിറാകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ മഹാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ നാളത്തെ സുബഹി ഈ പള്ളിയിൽ വന്ന് നിന്നിട്ട് മുടക്കിയ നീ അതിന് അള്ളാന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ പടച്ചവനെ ഞാൻ ഭക്ഷണം വിളമ്പുമായിരുന്നു, ഞാൻ ചീരണി പൊതിയുമായിരുന്നു, ഞാൻ ക്യൂ നിന്ന് പോയിരുന്നു, അതുകൊണ്ട് എന്റെ ഒരു വഖത്ത് മുടങ്ങിപ്പോയെന്ന് അള്ളാന്റെ മുന്നിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, ഒരാളും ഒരു വഖത്ത് മുടക്കരുത്. മുടക്കിയാൽ അതൊരു കാരണമില്ലാതെ മുടക്കിയാൽ കാഫിറായി പോകുമെന്ന ഉപർതങ്ങൾ അതിന്റെ ഗൗരവം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാളെ പടച്ച റബ്ബിന്റെ ഹലാലും ഹറാമൊക്കെ ചർച്ച ചെയ്യുന്ന കാലവ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ പന്നിയോട് അല്ലാഹു ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പന്നി പറയും, അത്രേ, എനിക്കൊരു പരാതി